ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കൂടി ചേർത്ത് നല്ല ഒരു കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന വഴുതനങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2 റെസിപ്പി ഉണ്ട്, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അതിനായിട്ട് ഞാൻ ഈ വയലറ്റ് കളർ വഴുതനങ്ങ എടുത്തിരിക്കുന്നത്. വയലറ്റ് കളർ വഴുതനങ്ങയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ ചെറിയതായിരിക്കണം, ഒത്തിരി വലുതാകരുത്. ഇതുപോലെ ചെറുതായിട്ടുള്ള ആണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ മേൽഭാഗം ഇങ്ങനെ കളയുക. അതിനുശേഷം ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, ഇങ്ങനെ മാത്രം പകുതി വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു 6 പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതള് പോലെ ഇല്ലേ ഇത് കാണാൻ? അപ്പൊ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഉള്ളിലൊക്കെ പുഴുവൊക്കെ ഉണ്ടോന്ന് ഒന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതാക്കണ്ട, ഞാൻ ഒന്ന് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. അപ്പൊ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ കറിക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ എണ്ണ കത്രിക്ക കറി എന്ന് പറയും ഇതിന് കേട്ടോ. അപ്പൊ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു ഞാൻ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളക് പൊടി. ഇപ്പൊ ഇത് ഇത്ര ചേർത്താൽ മതി. വഴുതനങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ലേ, ഇതിപ്പം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പൊ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇച്ചിരി നേരം അവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മൾക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് റീഫൈൻഡ് ഓയിലോ അല്ലെ ജിഞ്ചലി ഓയിലോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതായത് നല്ലെണ്ണ. പിന്നെ ഞാൻ ആദ്യം ഇട്ടത് കടലയാണ്, നിലക്കടല. അതിനുശേഷം മല്ലിയും പിന്നെ വറ്റൽമുളകും. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ വഴറ്റുക. ഇത്ര എണ്ണ തന്നെ വേണം ഇതിന്. എണ്ണ കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ ചിരകിയ തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിരകിയിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്താണ് തേങ്ങ ഇങ്ങനെ കൊത്ത് തേങ്ങയായിട്ട് അങ്ങനെയും ഇടാം കേട്ടോ. കൊത്ത് കഷ്ണമായിട്ട് അങ്ങനെയും ഇടാം. അപ്പം ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട്, അതുവരെ വഴറ്റുക. അതിനുശേഷം 2 ചെറിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റുക. എന്നിട്ട് ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും പിന്നെ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു. അധികം മഞ്ഞളിച്ച പോലെ ഉണ്ടാവില്ല ഈ കറി. അപ്പൊ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. മല്ലി ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊടി ചേർക്കാതിരുന്നത് കേട്ടോ. മുഴുവനായിട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എല്ലാം വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് തണുക്കാൻ വെക്കാം. ഞാനിത് ചെറി ടൊമാറ്റോ ഇതിൽ ഇട്ടിട്ടുണ്ട്, അതാണ് ആ ഉരുണ്ട സാധനമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് അരച്ചു കൊണ്ടുവരാം. അത് തണുക്കുന്ന സമയത്ത് നമ്മൾക്ക് അടുത്ത ചില പരിപാടികളുണ്ട്, അതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലോട്ടേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത എണ്ണ തന്നെയാണ്. ഞാനിത് റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ജിഞ്ചലി ഓയിലായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എണ്ണയിലോട്ടേക്ക് ഞാൻ ഉലുവയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഇടുന്നത് സ്കിപ്പായി പോയേ. അപ്പോൾ വറ്റൽമുളകും പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുക. 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇത് ചോപ്പ് ചെയ്ത ഒരു വലിയ ഉള്ളിയാണ്. നേരത്തെ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. അതും ഇതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ വഴുതനങ്ങ, ആ വഴുതനങ്ങയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് വാടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അങ്ങനെ അത് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരു ഭാഗം. ഇനി മറ്റേ ഭാഗം കൂടി വേവണമല്ലോ, അപ്പൊ അതിന് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
വഴുതിനിങ്ങയല്ലേ, വഴുതിനിങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം എന്താ പറയുക വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി അതേപോലെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ കണ്ടില്ലേ എല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, ചട്ടിയല്ലേ ചിലപ്പോൾ അടിയിലൊക്കെ പിടിച്ചെങ്കിലോ, അതുകൊണ്ട്. ഇനി നേരത്തെ അരച്ചു വെച്ച അരപ്പ് നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് ഇത്. അപ്പൊ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അപ്പത്തിന് ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. അങ്ങനെ പുളിവെള്ളം കൂടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് എത്രമാത്രം തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളമൊക്കെ ചേർത്തതല്ലേ, അപ്പൊ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇനി ലോ ഫ്ലെയിമിൽ ഒന്ന് വേവട്ടെ. ആ മസാലയും പിന്നെ വഴുതിനിങ്ങ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. കറി കണ്ടില്ലേ തിക്കായിട്ട്, നമ്മൾ കടലയൊക്കെ അരച്ചതല്ലേ, അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു തിക്ക് നമുക്ക് കിട്ടും കറിക്ക്. അപ്പൊ അങ്ങനെ എൻ്റെ വഴുതിനിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വഴുതിനിങ്ങ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇപ്പൊ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ചീരത്തോരനും മുട്ട ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായല്ലോ. ഇനി അടുത്ത റെസിപ്പി കാണാം. അതേപോലെ തന്നെ വയലറ്റ് വഴുതിനിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ കൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അപ്പൊ മേൽഭാഗമൊക്കെ കളയുക, എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണാം. ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്തത്. ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മൾ കോവക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം നമ്മൾക്ക്. ഇത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഇതെല്ലാം നല്ലപോലെ വൃത്തിക്ക് കഴുകിയിട്ട് വരണം. കാരണം വെച്ചാൽ ഇതിന്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവുമല്ലോ, അത് കാരണം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ വലിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉള്ളിയും കരിവേപ്പിലയും. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ച വഴുതിനിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കേർഡ് റൈസ്, ലെമൺ റൈസ്, ടൊമാറ്റോ റൈസിനൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇത്. ഇനി ആവശ്യത്തിലുള്ള പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ആവിയിലേ അങ്ങ് വെന്തോളും. വഴുതിനിങ്ങയൊക്കെ വേഗം വേകുന്നില്ല. അപ്പൊ ഇതൊന്ന് ആവിയിൽ തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. കണ്ടില്ലേ, ഏകദേശം ഒന്ന് വാടി വന്നിട്ട് കണ്ടോ. വളരെ സിമ്പിൾ അല്ലേ ഈ മെഴുക്കുവരട്ടി, ഈ വഴുതിനിങ്ങ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ. മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടി ചേർത്താൽ തന്നെ മെഴുക്കുവരട്ടിയായി. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പൊ തന്നെ ആവിയിൽ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ എൻ്റെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ഈ 2 റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കൂടി മറക്കല്ലേ. ഇനിയും ഇത്തരം എളുപ്പമുള്ള നാടൻ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.